ആശീർവദിക്കണമേ. ജീവിതയാത്രയിലെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ് ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങയുടെയും അങ്ങയുടെ പ്രിയപുത്രന്റെയും മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. പിതാവിനുമായി നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ അവരെ മാടി വിളിച്ച് ആശ്വസിപ്പിക്കുന്ന കാരുണ്യവാനായ മിശിഹായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അധ്വാനത്തിന്റെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കുവാൻ നസ്രത്തിലെ തിരുകുടുംബത്തിൽ കഠിന അധ്വാനം ചെയ്ത കർത്താവെ, ഈ സ്ഥാപനത്തെ ആശീർവദിക്കണമേ. ഇവിടെ ജോലി ചെയ്യുന്നവരെ എല്ലാവിധ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഈ സ്ഥാപനത്തിന്റെ ഉടമകളും ഇവിടുത്തെ സഹകാരികളും ഇവിടുത്തെ തൊഴിലാളികളും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും വർദ്ധിക്കുവാൻ അനുഗ്രഹിക്കണമേ. നീതിനിഷ്ഠമായി പ്രവർത്തിക്കുവാൻ ഇതിന്റെ ഉടമസ്ഥരെയും ആത്മാർത്ഥമായി അധ്വാനിക്കുവാൻ എല്ലാ തൊഴിലാളികളെയും സഹായിക്കണമേ. കഠിനമായ അധ്വാനത്തിലൂടെ ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തനത്തിലൂടെ ഈ സ്ഥാപനം ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ആധ്യാത്മികവും ശാരീരികവുമായ വരദാനങ്ങൾ നൽകി ധന്യരാക്കണമേ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കഴിയണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. പരസ്പര സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ പരിപാലനയെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ സ്ഥാപനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ സ്ഥാപനവും ഇവിടെ വസിക്കുന്നവരും ഇവിടെ ജോലി ചെയ്യുന്നവരും മുദ്രിതരും എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് വിമോചിതരും ഒപ്പം സുരക്ഷിതരുമായി തീരുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. നല്ലവനായ ദൈവമേ, അയോഗ്യനായ ദാസനിൽ അവിടുന്ന് പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ പദവിയിലൂടെ ഞാൻ ഈ സ്ഥാപനത്തെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു. അവിടുത്തെ സംരക്ഷണതയിൽ ഈ സ്ഥാപനം വളർന്നു വരട്ടെ. ഐക്യത്തിലും സമാധാനത്തിലും ഇവിടെയുള്ള ഇതുമായി സഹകരിക്കുന്ന എല്ലാവരെയും നിലനിർത്തണമേ. യാതൊരു തരത്തിലുള്ള പൈശാചിക തന്ത്രങ്ങൾ, പ്രലോഭനങ്ങൾ, വിഭാഗീയ ചിന്തകൾ, നിസ്സഹകരണങ്ങൾ ഒന്നും ഇവരെ അലട്ടാതിരിക്കട്ടെ. എന്നും ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് വളർന്നു വരുവാനുള്ള കൃപ ഈ മക്കൾക്കെന്നും അവർക്കുമായി അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എനിക്കത്ര പരിചയമില്ല. എല്ലാവരുടെ നിയോഗങ്ങളും നിങ്ങളെല്ലാവരുടെയും ജോലികളും യാത്രകളും സുഗമമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതെനിക്ക് ഉത്തരവാദിത്വമാണ്. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ദൈവം നിങ്ങളുടെ വിശുദ്ധമായിട്ട് കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ. Thank you so much.